പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല പുലർച്ചെ എണീറ്റിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മിക്ക ദിവസങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ 5 മണിക്ക് എണീക്കുന്നത് നമ്മൾ 4 മണിക്കോ 4:30ക്കോ ഒക്കെ എണീക്കേണ്ടി വരും. എന്നാലാണ് നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി ഇവരെ പറഞ്ഞയക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം പോയിട്ട് ഇത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചൊക്കെ കുറേ സമയം പോകും. പിന്നെ എന്താണെങ്കിലും ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. കാരണം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഇങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കാറില്ല. വല്ലപ്പോഴും മാത്രമേ ഈ പുലർച്ചെ വീഡിയോസ് ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതൊരു പണിയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് വിഷ് ചെയ്തേക്ക്. താങ്ക് യു. എല്ലാവരും വിഷസിന് നന്ദി. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിഷ് ചെയ്യുന്ന അറിയാം, അതുകൊണ്ടാണ് ഞാൻ മുൻകൂറായിട്ട് ഒരു താങ്ക് യു പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇന്ന് എൻ്റെ പിറന്നാളാണ്. പിറന്നാൾ ഒരു ഇട ദിവസമാണ്. അപ്പോൾ അത് ഓഫീസും സ്കൂളും ഒക്കെയുള്ള ദിവസമായ കാരണം കൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഉച്ചയ്ക്ക് ആരും ഉണ്ടാവുമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും ഉണ്ടാക്കുമൊന്നും വേണ്ട, ഞാൻ തന്നെയല്ലേ എന്നൊക്കെ കേട്ടോ. ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ് എൻ്റെ പിറന്നാൾ ഇങ്ങനെ ആഘോഷിക്കാണ്ടിരിക്കണം. ആഘോഷിക്കാന്ന് വെച്ചാൽ നമ്മള് സന്തോഷമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുക, അമ്പലത്തിൽ പോവുക, എന്ന് കേക്ക് കട്ടി, ഇതൊക്കെയാണ് എൻ്റെ ചെറിയ സന്തോഷങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇവരൊന്നും ഇല്ലാത്ത ദിവസമായ കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഗംഭീരമായിട്ട് ഫുഡ് ഉണ്ടാക്കണം എന്നൊന്നും മനസ്സിൽ തോന്നിയില്ല. ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. എൻ്റെ നാള് വരുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ നാളിന്റെ അന്നാണ് സാധാരണ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോവാറ്. ഡേറ്റ് ഓഫ് ബർത്തിന് ഇങ്ങനെ എന്തെങ്കിലും കേക്ക് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് വെളിയിൽ റെസ്റ്റോറന്റിൽ പോയിട്ട് കഴിക്കും. ഇതൊക്കെയാണ് പതിവുള്ള കാര്യങ്ങൾ. അപ്പൊ ഇന്ന് എന്താണെങ്കിലും ഇവർക്ക് സ്കൂൾ ഓഫീസൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും മുടക്കാനൊന്നും പറ്റില്ല. അങ്ങനെ മുടങ്ങി ഇപ്പൊ എന്റെ പിറന്നാൾ ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ കുഞ്ഞു ഭാവിയൊന്നല്ലല്ലോ. പിറന്നാൾ ആഘോഷിച്ചില്ല അല്ലെങ്കിൽ അയ്യോ പിറന്നാളിന് വീട്ടിൽ ആരും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയാനായിട്ട് ഞാൻ കുഞ്ഞു ബേബിയൊന്നും അല്ലല്ലോ. അപ്പൊ അത് ഞങ്ങളുടെ ഒക്കയത്തിനോടും പൊക്കോളാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. സാധാരണ എന്തെങ്കിലും ചോറും കറിയൊക്കെ വെക്കാം എന്നൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷെ പിക്കോമൻ പറഞ്ഞു ഇല്ല അമ്മ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോ പ്ലീസ് അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നാ ശരി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇന്ന് ഇപ്പം എനിക്ക് ഏറ്റവും എളുപ്പം ഇപ്പൊ ബിരിയാണിയും മന്തിയും ഒന്നും ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ. സ്കൂളുള്ള ദിവസമല്ലേ. രാവിലെ ഞാൻ ഫുഡ് ഉണ്ടാക്കി ഒരുക്കി വെച്ചതിന് ശേഷം വേണം ഇവരെ ഒരുക്കി പറഞ്ഞു വിടാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നേരത്തെ ഫുഡൊക്കെ ആവണം. അതായി കഴിഞ്ഞാൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ മേൽനോട്ടമെങ്കിലും ഇവർക്ക് വേണം കേട്ടോ. തനുകുട്ടിക്കാണ്, പിക്കുമോൻ എല്ലാം സ്വന്തമായിട്ട് ചെയ്തോളും. തനുകുട്ടിക്കാണ് പിന്നെയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് കാരണം കൊണ്ട് അവരെണീക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ശരത്തേട്ട ഓൾറെഡി പോയിട്ടുണ്ടാവും. എന്നാലും ഞാൻ അവരുടെ കൂടെ അങ്ങനെ നോക്കിയും കണ്ടൊക്കെ നിൽക്കും കേട്ടോ. അപ്പൊ അതിനു മുന്നേ ഞാൻ പണികൾ തീർക്കും. അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് വീഡിയോസ് എടുക്കുന്ന ദിവസമാണെങ്കിൽ നല്ല പുലർച്ചെ ഇരിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ 5 മണിക്കൊക്കെ എണീറ്റാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 4:30 4 മണി ഇങ്ങനെയൊക്കെ അനുസരിച്ച് ടൈമിനനുസരിച്ച് സമയം ഒന്ന് സ്കെഡ്യൂൾ ചെയ്ത് വെക്കേണ്ടിയൊക്കെ വരും. അപ്പൊ ഈ ഒരു ഘട്ടത്തില് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് എന്തെങ്കിലും റൈസ് വിഭവങ്ങളാണ്. അപ്പൊ ഞാൻ ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് തലേ ദിവസം കുറെ പരിപാടികൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ചോറ് വേവിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതാണ് ഏറ്റവും നല്ലത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. അപ്പൊ അത് ഞാൻ ചെയ്തു. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ പനീർ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. നോൺ വെജ് ഒരു സ്കൂളിലേക്ക് അലൗഡ് അല്ല. നോൺ വെജ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈക്ക് മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ശർത്തേട്ടിന് മാത്രം ഫ്രൈ ചെയ്ത് കൊടുത്തായിരിക്കും. ഇവർക്ക് പനീർ ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പൊ അത് കാരണം കൊണ്ട് അത് കുഴപ്പമില്ല, അവർക്ക് അത് മതി. പിന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും തൈരില് എന്തെങ്കിലും സർലാസ് എന്തെങ്കിലും ഉണ്ടാക്കാം. സർലാസ് ഒന്നും ഇതിന് മാച്ചൊന്നും അല്ല. എന്നാലും ചിലപ്പോൾ തനിക്കുട്ടി ചോദിക്കും, അല്ലെങ്കിൽ ഒരു തുണ്ട് ടൊമാറ്റോ കെച്ചപ്പോ എന്തെങ്കിലും കൊടുത്തേക്കാന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇതിലിപ്പോ ഞാൻ ആകെ ചെയ്ത് വെക്കാത്ത ഒരു കാര്യം, പനീർ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. കാരണം അത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കാൻ വിട്ടുപോയി. അപ്പൊ അത് കാരണം കൊണ്ട് അത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. ഞാൻ കിടക്കും മുന്നേ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു 4-5 മണിക്കൂറത്തെ ഗ്യാപ്പ് കഴിഞ്ഞപ്പോ അത് നന്നായിട്ട് ഫ്രീസറിൽ വെച്ചത് കാരണം കൊണ്ട് അതിന്റെ ഐസൊക്കെ പോയി അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
റൈസ് പിന്നെ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും റെഡിയാണ്, എടുത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വലിയ ആർഭാടായിട്ടൊന്നും ഉണ്ടാക്കാനായിട്ട് പോവില്ല, എളുപ്പപ്പണി എന്തെങ്കിലും ചെയ്യാറാണ് പതിവ്. അപ്പൊ ഇന്ന് ഞാൻ ദോശയും ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ദോശയ്ക്കുള്ള മാവൊക്കെ എപ്പോഴും സ്കൂളിലുള്ള കാരണം കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ ആ കഴിക്കുന്ന നേരത്തെ 7 മണിയാകുമ്പോൾ ഒരു 2-3 ചുട്ട് കൊടുക്കല്ലേ വേണ്ടോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ പരിപാടിയാണ് നോക്കുന്നത്. അതിന് മുന്നേ ഒരു 5 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചെന്നുള്ള എല്ലാ മനുഷ്യരും ഉറങ്ങുകയാണ്. ഞാൻ മാത്രം കിടന്ന് ചിലയ്ക്കുമ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താന്ന് കേട്ടോ. ആൾക്കാരെ ശല്യപ്പെടുത്തുന്നതിന് തുല്യമാണ്. കാരണം മൈക്കില്ലാത്ത കാരണം കൊണ്ട് ഞാൻ എനിക്കുള്ളതിനേക്കാളും വോളിയത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയും എല്ലാവരും ഉറങ്ങാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് അമ്പലത്തിൽ പോക്കും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ കാര്യത്തിനൊന്നും സമയം ഉണ്ടാവില്ല. കാരണം 7 മണിന്ന് ഒരു സമയം ഉണ്ടെങ്കിൽ ശരത്തേട്ടന് പോവണം. അപ്പൊ അതിന് മുന്നേ ഈ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ ഇവരെ ഒരുക്കണം, പറഞ്ഞു വിടണം. ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ നമ്മുടെ പനീർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. പനീറിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് കോൺഫ്ലവർ ആണ് കേട്ടോ. അപ്പൊ അത് 1 ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്യാം. 200 ഗ്രാമിന്റെ പാക്കറ്റ് ആണ്. കോൺഫ്ലോർ ഇതിലധികം വീണ് പോയി. പിന്നെ വേണ്ടത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. അത് ലൈറ്റ് ആയിട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമുള്ളത് ആഡ് ചെയ്താൽ മതി. വേണമെങ്കിൽ ഒരല്പം വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പനീറിന്റെ വെള്ളമൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനൊരല്പം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പനീർ ഇങ്ങനെ ഹാർഡായി പോകും. സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതും നെയ്യിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്ലേവറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇരുന്നോട്ടെ റെസ്റ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അടുത്ത ഐറ്റംസ് എന്തൊക്കെയാണെന്നറിയോ? ഇത് ബസുമതി റൈസ് ആണ്, ഇന്ത്യ ഗേറ്റിന്റെ കേട്ടോ. അതാണ് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പാണ്. തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പല ഐറ്റംസും ഉണ്ടാക്കാൻ പറ്റും, പ്രത്യേകിച്ച് സ്കൂളുള്ള ദിവസങ്ങളിൽ. പിന്നെ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ ക്യാബേജ്, ഇതൊക്കെയാണ് കേട്ടോ. ബീൻസ് വേണ്ടവർക്ക് ബീൻസും ചേർക്കാം. ഞാൻ ബീൻസ് ആഡ് ചെയ്യുന്നില്ല, ഒരുപാട് ആവും. പിന്നെ അത് മാത്രമല്ല നമ്മൾ പനീർ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അത് ഞാൻ ചേർക്കാത്തത് കേട്ടോ. ഫ്രൈഡ് റൈസിൽ ഇത്ര ഐറ്റംസ് ആണ് ഞാൻ ചേർക്കുന്നത്. മഷ്റൂം ചേർക്കുന്നവരുണ്ട്, അങ്ങനെ ഇഷ്ടമുള്ളത് നമുക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ഇത്രയും 3 ഐറ്റംസ് ആണ് വെജിറ്റബിൾസിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. പ്ലസ് പനീറും ഉണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ട ഇങ്ങനെ നീളത്തില് അരിയാണ് ചെയ്യുന്നത് കേട്ടോ. നീളനെ അരിഞ്ഞെടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാരണം കൊണ്ടാണ് കട്ടിങ് ഒന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ദാ ഇങ്ങനെ ഗോൾഡൻ കളറിലാണ് വറുത്ത് കോരേണ്ടത് കേട്ടോ. എൻ്റെ ഇപ്പോൾ ഇച്ചിരി തണുപ്പ് വിടാത്ത കാരണം കൊണ്ട് ഒരു ചെറുതായിട്ട് ഇച്ചിരി ഹാർഡാണ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ പനീർ വറുത്തിട്ടുള്ള ആ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു ചെറിയ സവാള, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഉപ്പും കൂടി ഇച്ചിരി ആഡ് ചെയ്ത് ആദ്യത്തെ 1 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തത്. പിന്നെ ഒരു ചെറിയ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തിട്ടും അങ്ങനെയും ചേർക്കാം കേട്ടോ. അത് നന്നായിട്ട് സോട്ട് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോസുകളായിട്ട് നമുക്ക് ചില്ലി സോസോ ടൊമാറ്റോ സോസ്, ഡാർക്ക് സോയാ സോസ്, ചില്ലി സോസ് ചേർത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, മക്കളുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഒരു കുരുമുളകിൻ്റെ പൊടി ഒരു 2 സ്പൂൺ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ്, വെന്ത് കുഴയാൻ പാടില്ല കേട്ടോ റൈസ് ഒരിക്കലും. അത് ഒരിക്കലും ടേസ്റ്റ് ഉണ്ടാവില്ല, ഇങ്ങനെ വടി പോലെ നിൽക്കണം, എന്നാൽ വെന്തിട്ടുണ്ടാവാൻ വേണം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് ഇച്ചിരി കുറവ് തോന്നിയ കാരണം കൊണ്ട് ഞാൻ കുറച്ചും കൂടിയും കുരുമുളകിൻ്റെ പൊടിയും
ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ പനീർ വറുത്ത് വെച്ചതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി. മുട്ട ചിക്കിയിട്ട് വേണമെന്നുള്ളവർക്ക് അതും കൂടി ആഡ് ചെയ്യാം. ഞാൻ മക്കൾക്ക് കൊടുത്തയക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് അത് ചെയ്യാഞ്ഞത്. അല്ലെങ്കിൽ ഒരു മുട്ട കുരുമുളകും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചിക്കി എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്താൽ അതും ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ ചിക്കൻ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞിട്ട് അത് ഫ്രൈ ചെയ്തിട്ട് അതും ആഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നമുക്കിതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ തനുക്കുട്ടിക്ക് ഇന്നത്തെ ലഞ്ച് ബോക്സിൽ ഞാൻ ഇത്രയും റൈസാണ് വെച്ച് കൊടുത്തത്. സ്നാക്സ് പിന്നെ ഇച്ചിരി ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് ഹെവി അല്ലേ അത് വിചാരിച്ചിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ദോശയായിരുന്നു. പിന്നെ ഈ സമയത്തൊക്കെ നമുക്ക് നല്ല ബിസി ടൈം ആയ കാരണം കൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും സ്കൂളിലേക്ക് ഓഫീസിലേക്കൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ പറഞ്ഞയച്ച് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ എല്ലാം തീർന്നിട്ടുണ്ട്. അകത്തെ ഫുഡ് കുക്കിങ്ങിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ക്ലീനിങ്ങിലേക്ക് കടക്കാമെന്ന്. ബർത്ത്ഡേ ആയിട്ട് കുളിക്കുന്നില്ലേ ജപിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒന്നാമത്തേൽ ഇന്ന് അമ്പലത്തിൽ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. എന്നാലും കൂടി പറ്റുന്ന സമയമായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ ശരത്തേടൻ ജോലിക്ക് കുറച്ച് ലേറ്റായിട്ട് പോയിട്ടൊക്കെ എങ്ങനെയെങ്കിലും എന്നെ കൊണ്ടുപോയിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇവരാരും ഇല്ല. എനിക്ക് വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ വിചാരിച്ചു എന്നാൽ ക്ലീനിങ് ചെയ്യാം. വെറുതെ ഇരിക്കല്ലേ, കുക്കിങ്ങും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ രാത്രി വരെ എനിക്ക് കുക്കിങ്ങിൻ്റെ കാര്യമൊന്നും നോക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലീനിങ്ങിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും ഓരോ ഭാഗം ഞാൻ ക്ലീൻ ചെയ്യും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കാർ ഷെഡ് ആയിക്കോട്ടെ എന്ന് കേട്ടോ. ഞാൻ വൺസ് ഇൻ എ ഇയർ ഞാൻ നമ്മുടെ കാർ ഷെഡ് ആസിഡ് വാഷ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആസിഡ് വാഷ് ചെയ്തിട്ട് ബോധാവസ്ഥയിൽ ഞാൻ പോയത്. അത് ഞാൻ ബാത്റൂമിനകത്ത് വിഡ്ഢിത്തരം കാണിച്ചിട്ട് സംഭവിച്ചതാണ്. ഡയറക്റ്റ് പെട്ടെന്ന് തുറന്നപ്പോൾ മൂക്കിലേക്ക് അടിച്ചു കയറി ശ്വാസകോശത്തിലേക്ക് പോയതാണ്. ഞാൻ പേടിപ്പിക്കാൻ പറയുന്നതല്ല, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമ്മളിങ്ങനെ അടച്ചിട്ട് റൂമിൽ പെട്ടെന്ന് ഇത് തുറക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഡയറക്റ്റ് ഞാൻ മണത്ത് പോയി. അത് കാരണം കൊണ്ട് ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ റോയൽ മാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവിടെ ഇവിടെയൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ആമസോണിൽ കിട്ടും. പേരിന് വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സ്ട്രോങ് ആസിഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കുറച്ച് അതിന് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് അധികം റേറ്റ് ഒന്നും ഇല്ല. ഇത് 1 kgയുടെ ഒരു ബോട്ടിലാണ് കേട്ടോ. പ്ലസ് 250 ഗ്രാം നമുക്ക് എക്സ്ട്രാ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 104 രൂപയാണ് കേട്ടോ. ഇത് വലിയൊരു ബോട്ടിലാണ്. ഞാനിപ്പോൾ നമ്മുടെ കാർ ഷെഡ് കഴുകുന്ന കാരണം കൊണ്ട് ഇതിന് എന്തുമാത്രം ചിലവാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വർഷം മുന്നെയാണ് കഴുകിയത്. നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരും. പ്രത്യേകിച്ച് നമ്മളിവിടെ ഹാർഡ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും കാർ ഷെഡ് കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ വെള്ളത്തിന് ഒരു കറയുണ്ട്, പൊതുവെ ഒരു കറയുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ആ ഒരു കറ നമ്മുടെ ബാത്റൂമിലാണെങ്കിലും വാഷ് ബേസിലാണെങ്കിലും എവിടെ ഈ വെള്ളം ആയിട്ടുണ്ടോ അവിടെയൊക്കെ ആവും. അപ്പം നമ്മൾ അത്രയും കെയർ കൊടുത്ത് നമ്മുടെ കാർ ഷെഡ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനം. അതുകൊണ്ടാണ് ഞാൻ നിലത്ത് വെച്ചത്. അപ്പോൾ അത്രയും നമ്മൾ കെയർ കൊടുത്ത് കാർ ഷെഡ് ഞാൻ പ്രത്യേകിച്ച് നോക്കാറില്ല. നമുക്കിവിടെ കഴുകാനായിട്ട് ആൾ വരും. പക്ഷേ ബാത്റൂമും വാഷ് ബേസിനൊക്കെ ഞാൻ അത്രയും നോക്കി ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഞാൻ കഴുകിയെടുക്കുന്ന കാരണം കൊണ്ടാണ് കറയില്ലാണ്ട് ഇത്ര നാൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ കറയും കാര്യങ്ങളൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം അത്രയും നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ കാർ ഷെഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാത്ത കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഇത് കഴുകാറില്ല. ഇത് പറഞ്ഞ പോലെ ഈ മാതിരി ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ കൈ ഈ കാർ ഷെഡിലേക്ക് വരാറുള്ളത്. അതർവൈസ് നമ്മുടെ ഹെൽപ്പറാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വൺസ് ഇൻ എ ഇയർ ഈ ആസിഡ് വാഷ് ഞാൻ ചെയ്യാറുണ്ട്. ഇത് എല്ലാവരും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഇതുപോലെ നമ്മുടെ കാർ ഷെഡ് കറയൊക്കെ പിടിക്കുമ്പോൾ ഒരു ബെറ്റർ ആവാൻ ഒന്നും കൂടി ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൺസ് ഇൻ ഇയർ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ബേസിസിൽ കഴുകുന്നവരാണെങ്കിൽ ഇത് കുറച്ച് നമ്മൾ കഴുകുന്ന വെള്ളത്തിൽ കലക്കി കഴുകിയിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഞാനിതൊരു സംഭവം ഒരു ആസിഡാണല്ലോ, അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു 6 മാസം വൺസ് ഇൻ ഇയർ ഒക്കെ
ചെയ്താൽ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ ബിഫോർ ആഫ്റ്ററും കാണിച്ചെന്നില്ല എന്ന് വേണ്ട. അപ്പോൾ ഇതാണ് കാർ ഷെഡിൻ്റെ അവസ്ഥ. നല്ല പോലെ കറ പിടിച്ച്, പ്രത്യേകിച്ച് നമുക്ക് ചെടികളും കൂടി ഉള്ള കാരണം കൊണ്ട് ആ മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കറയിൽ ആകെ ഇങ്ങനെ മഞ്ഞ കളറോ ബ്രൗൺ കളറോ എന്തൊക്കെയോ അതിൻ്റെ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ആഷ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ പോലെ വരുന്നതാണ്. വൈറ്റും ഇതിൻ്റെ ഇടയിൽ മിക്സ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ കണ്ടു എന്തൊരു ഡേർട്ടാണെന്നൊക്കെ. നമ്മുടെ വെള്ളം തങ്ങി നിൽക്കുന്ന ഭാഗത്ത് ഒരു കളറ്, അല്ലാത്ത ഭാഗത്ത് മറ്റൊരു കളറ്, ഓരോ സ്ഥലത്ത് പല പല കളറായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ നിറച്ച് ചെടികളായ കാരണം കൊണ്ട് ഒരു ഭാഗമാണ് ആദ്യം വാഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡ് ഫ്രീ ആക്കി ഇട്ടിട്ട് ഒരു ഭാഗത്തേക്ക് എല്ലാ ചെടിച്ചട്ടിയും മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡാണ് ഞാൻ ആദ്യം കഴുകുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഇടവഴി ഉണ്ട് അങ്ങോട്ടേക്ക്, അത് ഞാൻ പിന്നീട് അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നീട് കഴുകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതാണല്ലോ എളുപ്പം. അപ്പോൾ ഞാൻ കണ്ടോ നമ്മുടെ മാറ്റും ചെടിച്ചട്ടിയും എല്ലാം മാറ്റിയെടുത്തിട്ട് നമ്മുടെ വെള്ളത്തിൽ കലക്കിയിട്ടുള്ള സൊല്യൂഷനാണ് കേട്ടോ ഇത്. ഡയറക്റ്റ് ഒഴിക്കരുത്, ഒഴിച്ചാലും കുഴപ്പമില്ല, എന്നാലും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ആ സ്മെല്ല് ഇനി മൂക്കിലേക്ക് അടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് നമ്മുടെ ബക്കറ്റിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ച് നമ്മൾ എന്തുമാത്രം ഈ സമയത്ത് ഉരച്ച് കഴുകണോ അത്രയും നന്നായിട്ട് ഇത് വെളുക്കും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ലതായിട്ട് തന്നെ ഈ ആസിഡ് ഒഴിക്കുന്ന സമയത്ത് കഴുകുക. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇത് മറ്റേ മുഖത്തേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളി പോകുന്ന, അല്ലെങ്കിൽ മേത്തേക്ക് ആയിട്ടുണ്ടെങ്കിൽ പൊള്ളി പോകുന്ന തരത്തിലുള്ള ആസിഡ് അല്ല കേട്ടോ. ഇത് ഈ ഫ്ലോർ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള ആസിഡാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കൊന്നും പേടിക്കാനൊന്നുമില്ല. ഇനി അഥവാ പേടിയണെങ്കിൽ കയ്യിൽ ഗ്ലൗസ് യൂസ് ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. മൂക്കിലേക്ക് ഒരു പ്രാവശ്യം കെട്ടി പണി കിട്ടിയിട്ടുള്ള കാരണം കൊണ്ട്, അത് കാരണം കൊണ്ട് മാസ്ക് യൂസ് ചെയ്യുക, കയ്യിൽ ഗ്ലൗസ് യൂസ് ചെയ്യുക, എന്നിട്ട് നല്ല പോലെ ഉരച്ച് ഒരു 10-20 മിനിറ്റ് അവിടെ വെച്ചേക്ക്. എന്നാലാണ് നല്ല പോലെ അത് ഇളകി, ആ അഴുക്കൊക്കെ ഇളകി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു 20 മിനിറ്റ് സമയമുണ്ടല്ലോ, വെറുതെ ഇരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഷൂ റാക്ക് ഒന്ന് ഞാൻ കഴുകി വൃത്തിയാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിറയെ അഴുക്കുണ്ടായിരിക്കും. പിന്നെ ഡെയിലി ഇങ്ങനെ പുറത്ത് പോയി വരുന്നത് മുഴുവൻ ഇതിനകത്തല്ല വെക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ സ്മെല്ലും ഉണ്ടാവും, അഴുക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇത് ഞാൻ വർഷത്തിൽ ഒരിക്കലൊന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നാറിയിട്ട് ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ആൻറ്റി നിന്ന് വഴക്ക് പറയായിരുന്നു, ഏതെങ്കിലും ഒരു നിമിഷം വെറുതെ ഇരിക്കുന്ന സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെ വെള്ളം ഒഴിച്ച് ചൂല് വെച്ചിട്ട് അടിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നിങ്ങൾ ഈ കാർ ഷെഡ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഞാൻ മുഴുവൻ കാണിച്ചില്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോറടിക്കില്ല, അത് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പതുക്കെ ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങും തോറാണ് കേട്ടോ ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് ബിഫോർ ആഫ്റ്റർ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. അത് ആ ബിഫോർ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ. അത് ഇപ്പോൾ നോക്കി ആഫ്റ്റർ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നോക്കിക്കേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വൺസ് ഇൻ ഇയറൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. പക്ഷേ എന്നിരുന്നാലും കൂടി ഇത് കഴുകി, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് കിടക്കും നമ്മുടെ കാർ ഷെഡ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഹാർഡ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ സ്റ്റെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് കേട്ടോ ഈ ആസിഡ് വാഷ് എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം. ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ മുന്നിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും കൂടി ഒരാൾ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഈ കൈയൊക്കെ വേദന ഉണ്ടായിരുന്നു കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. കാരണം നമ്മൾ ഉരച്ചാൽ മാത്രമേ ഈ ഒരു കളർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നല്ല സാറ്റിസ്ഫാക്ഷൻ തോന്നിയായിരുന്നു എനിക്ക്. വൈകുന്നേരം ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും പരിപാടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ശരത്തേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന കേക്ക് കേട്ടോ. ഞാനേ കേക്ക് കട്ടിക്കണതിൻ്റെ ഇടയിൽ കേക്കുമ്പോൾ എന്തോ തടഞ്ഞോട്ടെ നടുക്കെത്തിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഈ കേക്കിനകത്ത് വല്ല ഗിഫ്റ്റൊക്കെ വെച്ചിട്ട് എനിക്ക് തരുമായിരിക്കുമെന്ന്. പക്ഷേ അതുണ്ടായില്ല. വെറുതെ എക്സ്പെക്റ്റേഷൻ, വെറുതെ വ്യാമോഹങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആയിപ്പോയി. സാധാരണ എനിക്ക് ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ നല്ല വലിയൊരു കനത്തിലുള്ള ഗിഫ്റ്റ് കിട്ടാറുള്ളതാണ് കേട്ടോ. പക്ഷെ ഇത്തവണ അത് കിട്ടിയില്ല. ഇത് എന്താ, വെറുതെ ഡ്രസ്സ് മാത്രമൊക്കെ അങ്ങനെ കണക്കണ സാധനങ്ങൾ മാത്രമേ മേടിച്ചു തന്നത്. ഞാനിതെന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചു. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനത് പിന്നീട് വെളിപ്പെടുത്താം, പിന്നീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
പിന്നെ ഇപ്പോൾ നമ്മളിതാ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഡിന്നർ കഴിക്കാനാണ് കേട്ടോ. ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശരത്തേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് പറഞ്ഞത് നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാം, നിൻ്റെ ബർത്ത്ഡേ അല്ലേ, നമുക്കൊന്ന് പുറത്ത് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറിയ ബ്ലോക്കൊക്കെ കിട്ടും. പക്ഷേ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റ് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നിൽക്കേണ്ടതായിട്ട് വന്നത്. ഞങ്ങൾ ഉമ്മവച്ച് കളിക്കുന്നതാണ് കേട്ടോ നേരം പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്കും സത്താറിലേക്കൊന്ന് കയറണമെന്ന്, അതേപോലെ എൻ്റെ മനസ്സ് വായിച്ച പോലെ തന്നെ ശരത്തേട്ടൻ ഞങ്ങളെ സത്താറിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്കിതിൽ ഏതെങ്കിലും വേണമെങ്കിൽ അവർ അപ്പം തന്നെ അത് ഉണ്ടാക്കി തരികയും ചെയ്യും കേട്ടോ. ഇതിനകത്ത് കണ്ടോ നത്തോലി ഉണ്ടായിരുന്നു, പിന്നെ ഈ ചെറിയ ബേബി ഒക്ടോപ്പസ് ഇല്ലേ, നീരാളിക്കുഞ്ഞ്, ആ നീരാളിക്കുഞ്ഞാണ് ആ നടുക്ക് കിടക്കുന്നത്. പിന്നെ ക്രാബ് ഉണ്ടായിരുന്നു, പലതരം ഫിഷുകൾ ഉണ്ടായിരുന്നു. ഫിഷാണ് ഇന്ന് മെയിൻ എന്നൊക്കെ പറഞ്ഞത്. കയറി ചെല്ലുമ്പോൾ ഒരു ഉരുളിക്കകത്ത് ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഫിഷിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫിഷ് വിഭവങ്ങൾ കഴിക്കണം, കടൽ വിഭവങ്ങൾ കഴിക്കണം, അതിനോട് എനിക്ക് ഈ ഹോട്ടലിനകത്ത് നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ ഞാൻ ഓക്കെ പറഞ്ഞേനെ. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ച എല്ലാ വിഭവങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പോൾ സൂപ്പ് സ്റ്റാർട്ടറായിട്ട് ഒന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ കയറി ചെല്ലുന്നത് ഒരു 7 മണി ആ ടൈമിലാണ് കേട്ടോ. അപ്പോൾ 7 മണി ടൈമിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ പോകെ ഒരു 7:30 കൂടി ഇങ്ങനെ പതുക്കെ ഇതിനകത്ത് തിരക്ക് വരാൻ തുടങ്ങും. ഞാൻ എന്നൊക്കെ സത്താറിലേക്ക് വന്നിട്ടുണ്ട് അന്നൊക്കെ ഫില്ലായിട്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. ഫസ്റ്റ് നമുക്ക് അവർ സൂപ്പ് കൊണ്ടുവന്ന് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഫുഡ് വരുമല്ലോ. അപ്പോൾ തനുക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് തനുക്കുട്ടി ആദ്യം ഓർഡർ ചെയ്യുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ വാങ്ങിച്ചിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കുന്നതാണ് കേട്ടോ. കുടിച്ചോട്ടെ എന്ന് വെച്ചു. പിന്നെ ഒരു സൂപ്പ് ഫുള്ളൊന്നും കുടിക്കാൻ എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിച്ചു, ഞാനും തനുക്കുട്ടിയും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ സ്റ്റാർട്ടേഴ്സ് അങ്ങനെ 1-2 ഐറ്റമൊക്കെ സ്റ്റാർട്ടേഴ്സായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ ഓരോന്ന് കഴിച്ച് തീരുമ്പോഴത്തേക്കും ഓരോന്ന് കൊണ്ടുവന്ന് തരും. അപ്പോൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രഷ് ജ്യൂസ്, നല്ല അടിപൊളി ജ്യൂസാണ്, കറക്റ്റ് മധുരം, കറക്റ്റ് തിക്നെസ് ഒക്കെ, പൾപ്പ് മാത്രം എടുത്തിട്ടുള്ള ജ്യൂസൊക്കെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ആ നടുക്കിരിക്കുന്ന മാംഗോൻ്റെ ജ്യൂസൊക്കെ വെറും പൾപ്പ് മാത്രമാണ് കേട്ടോ, അത്രയും തിക്കായിട്ടുള്ള ജ്യൂസായിരുന്നു കേട്ടോ. അപ്പോൾ തനുക്കുട്ടിക്ക് ആസ് യൂഷ്വൽ അവൾക്ക് വാട്ടർമെലനാണ് ഇഷ്ടം. പ്രത്യേകിച്ച് ആ സ്റ്റാറൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട്. പിന്നെ നമ്മൾ വേറൊരു സ്റ്റാർട്ടർ പറഞ്ഞത് ഹണി ചിക്കൻ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹണി ചിക്കൻ. അതേപോലെ ഇത് നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പോഴത്തേക്കും മെയിൻ കോഴ്സ് വന്നു, അത് ബട്ടർ നാനും നൂർജഹാൻ എന്നാണ് കേട്ടോ ഈ ചിക്കൻ കറിയുടെ പേര്. ഇത് അത്ര എരിവൊന്നും ഉള്ളതല്ല, കുട്ടികളുള്ള കാരണമാണ് ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. എനിക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, കാരണം ഇത് ഒട്ടും എരിവില്ല, സ്പൈസി അല്ലാത്തൊരു കറിയാണ് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നോൺ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. വേറെയും ഇഷ്ടംപോലെ ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അത്രയും വലിയ തീറ്റക്കാരല്ലാത്ത കാരണം കൊണ്ട് സ്റ്റാർട്ടർ കഴിച്ചപ്പോഴേ ഞങ്ങളുടെ വയറ് നിറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഞെരിങ്ങി ഒരു പീസാണ് ഞാൻ കഴിച്ചത് കേട്ടോ. ശരത്തേട്ടനും അത്ര തന്നെ കഴിച്ചുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോഴത്തേക്കും കണ്ടോ നിറയെ ആൾക്കാരാണ്. നമ്മളൊരു 7 മണി 7:30 ഉള്ളിലൊക്കെ വരുവാണെങ്കിൽ വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിച്ച് വേഗം അവിടെ നിന്ന് സ്ഥലം വിടാനായിട്ട് പറ്റും കേട്ടോ. കാറിൽ കയറിയതും 10 മിനിറ്റ് കൊണ്ട് തനുക്കുട്ടി ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.